ആ ക്യാരക്ടർ തന്നെ കുറച്ച് ഓവറാണ്. അവള് കുറച്ചൊരു വട്ടേസാണ്. മുഴുവട്ട് ഫഹദ് ഓവറായി ചെയ്താലും അത് കൺവിൻസിംഗ് ആണ്. സംസാരിച്ച് വെറുപ്പിക്കാതെ ഡീലിൽ ഓക്കെയാടാ. ഇത്ര എക്സ്പീരിയൻസിലെ ലാലേട്ടൻ പോലും പുള്ളി പല ആംഗിൾ ചിന്തിച്ച് നോക്കിയിട്ട് ഇത്ര ഹ്യൂമർ പുള്ളിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. രൺബീർ കപൂറിനെ പോലെ ഉണ്ടെന്ന് പറയുമ്പോ രൺബീർ കപൂർ ആയിട്ടുണ്ട്. ഫഹദ് എന്ന് പറയുന്നത് മലയാളത്തിന്റെ ഒരു പവർ ഹൗസ് പെർഫോമർ ആണ്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടറാണ്. ഒന്നെങ്കിൽ നമ്മൾ 100% ഇടാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം. എക്സാക്ട്ലി അതാണ് ഫഹദ്. അങ്ങനെ അധികം മിണ്ടത്തില്ലായിരുന്നു ആദ്യം ഫഹദിക്ക. ഞാൻ എപ്പോഴും ചിരിക്കും, എന്റെ ഫേസിൽ എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. അപ്പൊ ആള് എന്റെ അടുത്ത് പറഞ്ഞു ജനിച്ചപ്പോഴും ഇങ്ങനെയാണോ. എനിക്ക് അങ്ങനെ കഥ പറയാനൊന്നും വലിയ രീതിയിലൊന്നും അറിയില്ല. പക്ഷെ ഞാനത് സമയമെടുത്ത് ഇവിടുത്തെ കഥ പറഞ്ഞു. ഒരു 10 സീൻ കഴിഞ്ഞപ്പോ തന്നെ പുള്ളി നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളിക്ക് വർക്ക് അല്ലെങ്കിൽ പുള്ളി 5ാമത്തെ സീനൊക്കെ ആകുമ്പോഴേക്കും പറയും. അപ്പൊ ആരും ഇല്ലെങ്കിലും എനിക്ക് സിനിമ ചെയ്യണം. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പോണത്. കളർഫുൾ പടം. നമ്മള് ഓണത്തിന് ഫുൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പൂക്കളം പോലെ ഇരിക്കും. അച്ഛൻ എപ്പോഴും പറയും കോമഡി ഒരിക്കലും ഒരു സോളോ പെർഫോമൻസ് അല്ല. എനിക്ക് വേറൊരു സിനിമ ഉണ്ട് ഈ ഓണത്തിന്, ആ ക്യാരക്ടറും ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. ഓടുംകുതിര ചാടുംകുതിര എന്ന സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത് ഒരു കൺഫ്യൂഷൻ കോമഡി ആണെന്നാണ്. പക്ഷേ സംവിധാനം അൽത്താഫാണ്. അതുകൊണ്ട് തന്നെ ഈ ലേസൊക്കെ പൊട്ടിച്ച് അച്ചാച്ചനെ കൊന്ന മുതലാണ്. എന്താ സംഭവിക്കാന്നറിയില്ല, ചോദിച്ചറിയാം. അൽത്താഫ്, സുരേഷ് കൃഷ്ണ, കല്യാണി പ്രിയദർശൻ, വിനയ് ഫോർട്ട്, അനുരാജ് എന്നിവർ ചേർന്ന് നമസ്കാരം. ഇങ്ങനെയുള്ള ചിന്തകളുണ്ടല്ലോ, ഈ ലേസ് പൊട്ടിക്കുമ്പോൾ അച്ചാച്ചൻ മരിക്കുക, ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് പനിയെ കാണിക്കുക, ഈ ആരും ചിന്തിക്കാൻ അതെങ്ങനെ പറ്റുന്നത്? ഇല്ല, എനിക്ക് അങ്ങനത്തെ ബൈ ഡിഫോൾട്ട് അങ്ങനത്തെ വിയേർഡായിട്ടുള്ള കഥകളെ വരാറുള്ളൂ. ജന്മന അങ്ങനെയാണ്. അപ്പോ അത് സിനിമയാക്കുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ കോമഡി തന്നെയാണ്. കൺഫ്യൂഷൻ കോമഡി തന്നെയാണല്ലേ? പലതരത്തിലുള്ള കൺഫ്യൂഷൻസും കള്ളത്തരങ്ങളും ചതിയും മട്ടും റൊമാൻസും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഈ ചതിയും മട്ടുമൊക്കെ ആത്മകഥ അംശമുണ്ടല്ലോ ഇതിനകത്ത്? ഇല്ലില്ല, ചതിയും മട്ടിന്റെ ചെറിയൊരു അംശം കൊടുത്തിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ചതിയൊന്നും ഇല്ല. വിനയ് ഫോർട്ട് ഈ ക്യാരക്ടർ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് തോന്നുന്നത്. അതായത് ഈ വണ്ടിയുടെ മുമ്പിൽ നിന്നിട്ട് ചാടുന്ന ഫ്ലാറ്റിന്റെ ബോഡി നടിച്ചെടുത്തൂടെ എന്ന് പറഞ്ഞാൽ ഇവർ വളരെ നല്ലൊരു റെമഡിയും കൂടി പറഞ്ഞു കൊടുക്കുന്ന പോലത്തെ ഒരു മനുഷ്യനാണ്. രൺബീർ കപൂറിനെ പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ രൺബീർ കപൂർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണോ ഇതിനകത്തെ ക്യാരക്ടർ? ഒട്ടുമല്ല. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഈ എൻ്റയർ ക്യാരക്ടേഴ്സിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുട്ടിയിലെ ബുദ്ധിയുള്ള ഭയങ്കര അങ്ങനത്തെ ഒരാളാ. അപ്പൊ ഇത് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നമ്മൾ ട്രailer കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിന്റെ ഒരു സ്കെയിലും ഇതിന്റെ ഒരു കളറും പരിപാടി. അതുപോലെ നമ്മൾ പറയേണ്ട ഒരു പരിപാടിയാണ്, ഒരു ക്രേസി എലമെന്റ് ഉണ്ട് സിനിമയിൽ. സാധാരണ നമ്മൾ റിയലിസ്റ്റിക് കോമഡിയൊക്കെ കണ്ട് നമുക്ക് എവിടെ ഒരു മടുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓടുകുതിരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു ഫെസ്റ്റിവൽ സീസണിൽ തന്നെ ഇറക്കാൻ പ്ലാൻ ചെയ്ത നല്ല സ്കെയിലുള്ള കളർഫുൾ പടം. നമ്മൾ ഓണത്തിന് ഫുൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പടത്തിന് പോലെ ഇരിക്കും. എല്ലാ കളറും ഫുൾ കളർ ഉണ്ട്. പിന്നെ തിയേറ്ററിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മൾട്ടിപ്ലക്സിന്റെ അപ്പുറത്തേക്ക് നമ്മൾ സാധാരണ തിയേറ്ററിൽ നിന്ന് ഒച്ചത്തി ചിരിച്ച് കൈയടിച്ച് അപ്പുറത്തെ ഒരാളുടെ അങ്ങനത്തെ ഒരു സോൺ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ്. അപ്പൊ ഈ ക്രേസി എലമെന്റ് പല ആളുകളിലും ഉണ്ട്. അപ്പൊ എന്റെ കഥാപാത്രത്തിനും കുറച്ച് കൂടുതലുണ്ട്. നമ്മള് ലാൽ സാർ അച്ഛൻ, ഞാൻ മൂത്ത മകൻ, ഫഹദ് ഇളയ മകൻ, പിന്നെ ഫഹദിന്റെ പരിപാടി, ഫഹദിന്റെ ലവ് സ്റ്റോറിയും അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒട്ടുമിക്ക ആളുകൾക്കും കുറച്ച് ഇതുള്ള ഇതിന്റെ ഒരു ഡിസൈൻ അൽത്താഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഈ സിനിമ ഭയങ്കര എനർജറ്റിക് ആയിട്ടും അത്യാവശ്യം പെർഫോമൻസിൽ പേസ് ഉണ്ട് ശരിക്കും. ഞാനത് ഭയങ്കര ലേണിംഗ് ആയിരുന്നു. ഞാൻ അൽത്താഫിന്റെ കൂടെ പഠിച്ചു. അതായത് ഞാനും വിഷ്ണുവും കൂടെ അഭിനയിക്കാണെന്ന് വിചാരിച്ചു. നമ്മുടെ ഇമോഷനും അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഒക്കെ ആ പേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. എനിക്ക് എന്റെ പേസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാര്യം ഈ സിനിമക്ക് ഒരു പേസ് ഉണ്ട്, ഈ സിനിമക്ക് ഡിസൈൻ ഉണ്ട്, ഈ സിനിമയിൽ കുറെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ സിനിമ ഒരു ഫെസ്റ്റിവൽ സിനിമയാണ്. ഇത് എല്ലാ തരം ഓഡിയൻസിനെ അപ്പീൽ ചെയ്യേണ്ട ഒരു സിനിമയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മള് ഭയങ്കര എൻജോയ് ചെയ്താണ് ഈ സിനിമ ചെയ്തത്. അപ്പൊ കാണുന്ന കാഴ്ചക്കാർക്ക് അതിൽ കൂടുതൽ എൻജോയ്മെന്റ് ഉണ്ടാവണമെന്ന് ആഗ്രഹം. മലയാളത്തിന്റെ ആദ്യത്തെ സൂപ്പർ വുമൺ ആണ്. അപ്പൊ ഈ ഓടുംകുതിര ചാടുംകുതിരയില് ഇതുവരെ കാണാത്തൊരു കല്യാണിയെ കാണുന്നുണ്ട്. കുറച്ചധികം ഓവറാ ഇമോഷൻസും, അല്ലെങ്കിൽ ഓവർ ആക്ടിങ് എന്നല്ല പറയുന്നത്, ആ ക്യാരക്ടർ തന്നെ കുറച്ച് ഓവറാണ്. അത് ആദ്യത്തെ ഒരു ടേക്ക് ആയിരുന്നു. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്ത ഒരു 5 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവള് കുറച്ചൊരു വട്ടേസാണ്. പക്ഷെ ഇൻ എ വെരി ലവിങ് വേ. വട്ടാണ്, പക്ഷെ മുഴുവൻ വട്ടല്ല. സോ ഓവറാണ്, പക്ഷെ
ചില ക്രൂഷ്യൽ മൊമെന്റ്സിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ആൾക്കാരെ കണ്ട തിരിച്ചൊക്കെ അറിയും, ഇയാളെ അച്ഛൻ അയാളെ അമ്മ എന്നാൽ വട്ടുണ്ട്. സോ ഓവർ ദ ടോപ്പ് ആണ്. പക്ഷെ ചില ക്രൂഷ്യൽ മൊമെന്റ്സിൽ നമ്മൾ ഭയങ്കര സട്ടിൽ ആയിട്ടാണ് പെർഫോമൻസ് ചോദിച്ചത്. അൽത്താഫിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, വളരെ മിനിമൽ കോൺവെർസേഷണൽ സ്റ്റാർ ആണ്. ആവശ്യമുള്ളത് മാത്രമേ നമ്മുടെ അടുത്ത് സംസാരിക്കാറുള്ളൂ. അപ്പോൾ ഈ കഥാപാത്രത്തെ പറ്റി ചോദിക്കുമ്പോഴും പറയുമ്പോഴായാലും വളരെ മിനിമമായ കാര്യങ്ങൾ പറഞ്ഞ് അതിലൂടെ തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആവും. പിന്നെ കുറെ കാലത്തിന് ശേഷം ഒരു ന്യൂ ജനറേഷണൽ ഡാഡായിട്ട് അതിനകത്ത് തോന്നുന്നത് സുരേഷ് ചേട്ടനെ. ഇപ്പോൾ ന്യൂ ജനറേഷൻ ഡാഡായിട്ട് അതിന്റെ കസാര ഒഴിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ആദ്യം അത് ലാലു ലക്സ് ആയിരുന്നു, പിന്നെ രഞ്ജി പണിക്കരായിരുന്നു, ഇപ്പൊ അത് ജോണി തന്നെയാണ്. ഇനി അങ്ങോട്ടേക്ക് സുരേഷ് കൃഷ്ണ ന്യൂ ജനറേഷൻ ഡാഡ് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ഇനിയിപ്പോ ഞാൻ എഴുതാൻ പോണ അടുത്തേലൊക്കെ ന്യൂ ജനറേഷൻ ഡാഡ് ഒന്നുമല്ല, വേറെ ഇനിയിപ്പോ എക്സ്പ്ലോർ ചെയ്യാൻ പോണ പല രീതിയിലും മീറ്റർ കിട്ടി എനിക്ക്. അത് അങ്ങനെ സാധനം അത് നമ്മളെ വിളിക്കുന്നവർ അവരല്ലേ, സംവിധായകരും അല്ലെങ്കിൽ എഴുത്തുകാരും അല്ല അത് തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ. നമുക്ക് ഏത് ടൈപ്പ് കിട്ടിയാലും നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഡാഡാണോ ചേട്ടനാണോ അനിയനാണോ എന്നുള്ളതല്ല, ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഇത്തരം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര താല്പര്യം. അടുത്താഴ്ച മറ്റേ ഡിഗ്രി സാധനമൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് അൽത്താഫിന്റെ ഒരു സ്റ്റൈൽ നേരത്തെ അറിയാവുന്നതുകൊണ്ടും ഈ ക്യാരക്ടർ നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റി. പിന്നെ ബാക്കിയെല്ലാം വളരെ എളുപ്പത്തിലായിരുന്നു. ഒട്ടും തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ വർക്ക് ചെയ്ത ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഈ അൽത്താഫിന്റെ ക്യാരക്ടേഴ്സും സാധാരണ രീതിയിലല്ല, അതായത് സിനിമയിൽ സാധാരണ ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് പോലെ അല്ല ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഡയലോഗ്സ് ഒക്കെ തന്നെ വേറെ തന്നെ ഒരു രീതിയിലായിരിക്കും. ഇപ്പം അവിടെ അഭിനയിക്കാൻ നേരത്തെ ആ ഒരു മീറ്റർ ഉണ്ടല്ലോ, അൽത്താഫിന്റെ ഒരു മീറ്റർ ഉണ്ടല്ലോ ആ യൂണിവേഴ്സ്, അത് കിട്ടാൻ എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ചിലപ്പോ ഒരു ദിവസം ഞാനും നമ്മുടെ ലാലേട്ടനും കൂടി ഒരു സീൻ ഞങ്ങൾ കാരവനിലിരുന്ന് വായിച്ചിട്ട് ആ സീൻ വായിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് എനിക്കും ലാലേട്ടനും ആയ സീനിൽ ഒന്നുമില്ലല്ലോ എന്ന് തോന്നിപ്പോയി. തമാശ ഒന്നും തോന്നിയില്ല. ഒന്നും തമാശ ഒന്നുമില്ല, എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് നോക്കാൻ നമുക്ക് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലാണ് നമ്മൾ ഷോർട്ട് റെഡി എന്ന് പറഞ്ഞ് നമ്മൾ സ്പോട്ടിലേക്ക് പോകുന്നു. സ്പോട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത്ര എക്സ്പീരിയൻസുള്ള ലാലേട്ടൻ പോലും പുള്ളി പല ആംഗിൾ ചിന്തിച്ച് നോക്കിയിട്ട് അതിനകത്ത് ഹ്യൂമർ പുള്ളിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ സ്പോട്ടിൽ പോയപ്പോഴത്തേക്ക് അൽത്താഫ് പറഞ്ഞു തരുമ്പോഴാണ് അതിനകത്ത് ഇങ്ങനെ ഒരു ഹ്യൂമർ കിടപ്പുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ സീൻ വായിച്ചു ടെൻഷൻ ആവാറില്ല. ബാക്കി അത് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അൽത്താഫ് നോക്കിക്കോളും എന്നുള്ളൊരു കോൺഫിഡൻസ്. കൂട്ടി വായിക്കുമ്പോഴാണ് ആ കഥയുടെ സ്റ്റോറി ടെല്ലിങ്ങിലാണ് അതിന്റെ ഹ്യൂമർ പോണത്. സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നില്ല, ഇപ്പുറത്തെ സീനിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഇത് പറയുമ്പോഴാണ് ഇത് വരുള്ളൂ. അതിന്റെ സസ്റ്റെയിൻ പോണത് അപ്പുറത്തെ സീനിലായിരിക്കും. അപ്പൊ അത് മാത്രമായിട്ട് അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സീൻ ആയിരിക്കുമല്ലോ ഷൂട്ട് ചെയ്യണത്. അപ്പൊ അത് ഡയറക്ടറുടെ മൈൻഡിൽ മാത്രമല്ലേ അതുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര എന്താ പറയാ ഈസിയും ഫണ്ണും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച കുറേ ദിവസങ്ങളാണ് അത്. അനുരാജ് നായകന്റെ കൂട്ടുകാരനാണല്ലോ, അനുരാജ് എന്നല്ലേ ക്യാരക്ടറിനെ പേര്. അപ്പൊ ഈ നായകന്റെ കൂട്ടുകാരന്റെ തമാശ എപ്പോഴും അധികം വർക്ക് ആവുന്നത് ഈ നായകൻ ഈ കൂട്ടുകാരൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു വിഡിത്തം തിരുത്തി കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഫണ്ട് ഉണ്ടാവാറ് പലപ്പോഴും. ഇപ്പൊ പാച്ചുവൽപത് വിളക്കിലൊക്കെ ഉൾപ്പെടെ അങ്ങനെ അയാൾക്ക് ഹിന്ദി അറിയില്ല, അവിടെ ആണല്ലോ പല തമാശകൾ ഉണ്ടാവുന്നത്. ഇവിടത്തെ തമാശ ഏത് വിധത്തില? കൂട്ടുകാരനല്ല, ഒരു ചേട്ടൻ, അങ്ങനത്തെ ഒരു ചേട്ടനിയൻ ബന്ധമാണ്. അല്ലല്ല, അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഞാൻ വർക്ക് ചെയ്യണതാണ് ആളുടെ കൂടെ പടത്തില്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആളുടെ വീട്ടിലൊക്കെ പോകാറുള്ള ഒരു എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരാൾ, എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരാളായിട്ടാണ് ചെയ്തത്. അല്ല, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യം ഫാദിക്കയുടെ കൂടെ കിട്ടിയ സീനിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് 1-2 ദിവസമൊക്കെ പതിയെ കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ആളും സീൻ ചെയ്യണ സമയത്ത് ചില ഡയലോഗ്സുകൾ ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കും, നമുക്ക് അവിടെ വേറെ എങ്ങനെ ചെയ്യാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഭയങ്കര ഇതായിട്ട് തോന്നിയായിരുന്നു. നമുക്കത് ഇങ്ങനെ പറഞ്ഞു നോക്കിയാലോ എന്നൊക്കെ പറയുമായിരുന്നു. അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു ആ ഒരു പരിപാടി. പിന്നെ അൽത്താഫൊക്കെ ഈ പറഞ്ഞ പോലെ ആൾക്കൊരു കറക്റ്റ് ക്ലാരിറ്റി ഉണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ സുരേഷേട്ടൻ പറഞ്ഞ പോലെ സീൻ നമ്മൾ ചെയ്യണ സമയത്ത് ഒരു ഷോട്ടൊക്കെ കഴിയുമ്പോൾ ഇക്കൊക്കെ വേറൊരു ഐഡിയ തോന്നും. അപ്പോൾ വന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാന്ന് പറയും. അപ്പൊ പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരിക്കും. അപ്പൊ അതിൽ വേറൊരു ഹ്യൂമർ സാധനം കിട്ടും. അത് നല്ല ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പരിപാടി മൊത്തത്തിൽ. ഈ ഞണ്ടുകളുടെ നാട്ടിലൊക്കെ ക്യാരക്ടേഴ്സിന് എല്ലാത്തിനും ഓരോരോ പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പൊ ലേസ് തിന്നുകയും ലൈഫിനെ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്ന ഒരു നായകൻ, എന്ത് കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന, ഇപ്പൊ എന്ത് കാര്യം ആലോചിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു അച്ഛൻ, അങ്ങനെ എല്ലാ ലാലിന്റെ ക്യാരക്ടറിനൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. എല്ലാം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്ന ഒരു അമ്മ, എല്ലാത്തിനും ഈസി ആയിട്ട് എടുക്കുന്ന ഒരു അമ്മ. അപ്പൊ ഇതിനകത്ത് അനുരാജിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടറിന് ഇതുപോലത്തെ ഓരോ ക്യാരക്ടർ ട്രൈറ്റ്സ് ഉണ്ടോ? അതെ, ഇങ്ങനെ ആ ഒരു എല്ലാവർക്കും അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാവർക്കും ഒരു പൊടി
വട്ട് എന്ന് പറഞ്ഞ പോലെ ചെറിയ ഒരു ആ ക്യാരക്ടറിന്റെ ഒരു ഇതുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് എനിക്കും ഉണ്ടായിരുന്ന ആ ഒരു സംഭവം. അത് ചില സമയത്ത് അൽത്താഫൊക്കെ വന്ന് പറഞ്ഞുതരും, അവിടെ ഒന്ന് ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ. അപ്പൊ നമ്മൾ ചെയ്തിട്ട് കാണുമ്പോ ഇത് കൊള്ളാല എന്ന് തോന്നും. അപ്പൊ നമുക്ക് തന്നെ തോന്നും ഇവൻ എന്തോ പ്രശ്നം ഉണ്ടല്ലോ. ആ ഒരു സംഭവം പടത്തില് എല്ലാവർക്കും ഓരോ അങ്ങനത്തെ ഒരു പരിപാടികൾ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് കൂടെ ഉണ്ടത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നടക്കുമ്പോ അൽത്താഫ് പോയിട്ട് പറയും, ചേട്ടാ നടന്നു പോകുമ്പോ ഇങ്ങനെ ചെയ്യാൻ പറയും. അത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അയാൾക്കും ഈ ഒരു ക്രേസി എലമെന്റ് ഉണ്ടാവും. അയാൾ ഇന്ന് ഡയലോഗ് ഒന്നും പറയുന്നില്ല. ഇപ്പൊ നമ്മള് ഇരുന്ന് ഡയലോഗ് സംസാരിക്കുന്ന ഒരു ഏരിയ കൂടി ഒരുപക്ഷെ ഒരു പോലീസുകാരൻ നടന്നു പോകും. അപ്പൊ അയാളോട് പറയും ഇവിടെ എത്തുമ്പോ ചേട്ടൻ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് പോകാൻ പറയും. അപ്പൊ അതൊരു സിനിമയുടെ ഡിസൈനാണ്. പിന്നെ നമ്മള് ഒരുപാട് നാളുകളായിട്ട് ഇന്തൊരു സിനിമ തിയേറ്ററിൽ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെയാ തോന്നുന്നു. നമ്മള് ഭയങ്കര ലോജിക് ഒന്നും പിടിക്കാണ്ട് നമ്മള് സെലിബ്രേഷൻ പോലെ പോയിട്ട് എല്ലാരും കൂടെ ചിരിക്കുന്ന പോലത്തെ പരിപാടികളുണ്ടല്ലോ. ഫഹദിനൊപ്പമാണല്ലോ അഭിനയിക്കുന്നത്. ഫഹദിന്റെ ഇന്റർവ്യൂകളുടെ ഇടയിൽ തന്നെ വരുന്ന കമന്റുകളുണ്ട്, ഈസിലി ഓസ്കാർ ഇന്ത്യക്ക് വേണ്ടി വാങ്ങിക്കാൻ പറ്റാവുന്ന ഒരു ആക്ടർ. ആ വിധത്തിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾ റൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ആൾക്കാരുടെ ഫാൻ ക്രേസ് ആ വിധത്തില. ഒപ്പം അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഇത്രയും വലിയൊരു ആക്ടറാണ്, അതിനെങ്ങനെയാ കോപ്പപ്പ് ചെയ്ത്? അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യം ഭയങ്കര ടെൻഷൻ ആയിരുന്നു സത്യം അഭിനയിക്കുമ്പോ. എനിക്ക് ആ സീൻ പറയാൻ പറ്റില്ല പടത്തിലുള്ളതുകൊണ്ട്. ആ ഒരു സീനായതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് പരിപാടികളിലൊക്കെ കയറി കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോ അങ്ങനെ അധികം മിണ്ടത്തില്ലായിരുന്നു ആദ്യം പതുക്കെ. പിന്നെ പതിയെ ആള് സംസാരിക്കും. വിനയേട്ടനായിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇരിക്കും. പിന്നെ ആള് സംസാരിച്ചു തുടങ്ങി. ഞാനും എനിക്ക് അങ്ങോട്ട് കയറി മിണ്ടാനുള്ളൊരു പേടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകെ ആള് വരുമ്പോ പിന്നെ നമ്മളെ കാണുമ്പോൾ ചിരിക്കും, അങ്ങനെ ചോദിക്കും. ഒരു പ്രാവശ്യം എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എപ്പോഴും ചിരിക്കും, എന്റെ ഫേസിൽ എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. അപ്പൊ ആള് എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ, ജനിച്ചപ്പോഴും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു ഈ ചിരി. അപ്പൊ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജെന്യുവൻ ആയിട്ടുണ്ടോ ചിരി. ഒരാളെ കാണുമ്പോ അല്ല, അന്വേഷണം സാധനം ഓട്ടോമോട്ടീവ് ചിരിയാണ്. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആയി. പിന്നെ ചെയ്യുമ്പോൾ വലിയ ടെൻഷൻ ഇല്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആള് ചെയ്യുമ്പോ സീൻ ഇംപ്രൂവൈസ് ചെയ്യും. ആളും ചില സാധനങ്ങളൊക്കെ പറയുന്നിട്ട് അൽത്താഫിനെ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കും. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു ഇത്രയും നമുക്കൊരു സ്വാതന്ത്ര്യം തരാമെന്നുള്ളത് ഇത്രയും. പക്ഷെ എനിക്ക് അത് ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് ആളുടെ ഉള്ള. അൽത്താഫ് ഇപ്പൊ മണിരത്നം അല്ലെങ്കിൽ ആർ ബാലിക്കോ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി കൊതിക്കുന്ന ഒരാളാണ് ഫഹദ്. അപ്പം അദ്ദേഹത്തെ അൽത്താഫ് എന്ത് പറഞ്ഞാണ് കൺവിൻസ് ചെയ്തത്? ഒരു വൺ ലൈൻ സ്പോയിലേഴ്സ് ഇല്ലാതെ പറയാൻ പറ്റുമോ ഓടുംകുതിര ചാടുംകുതിരയെ പറ്റി? ഇല്ല, ബേസിക്കലി കഥ പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് ഞാൻ എഴുതിയ എൻ്റെ മനസ്സിലുള്ള വിഷൻ കഥാരൂപത്തിൽ ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ കഥ പറയാനൊന്നും വലിയ രീതിയിലൊന്നും അറിയില്ല. പക്ഷെ ഞാനത് സമയമെടുത്ത് ഇവിടുത്തെ കഥ പറഞ്ഞു. ഒരു 10 സീൻ കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വെറുതെ വേറെ ചർച്ചകളൊക്കെ പോയി. പിന്നെ ബാക്കി പതിയെ പറഞ്ഞു. അങ്ങനെ അത് ഭയങ്കര അത് കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ഒന്നും അല്ലായിരുന്നു. ഭയങ്കര ഈസി ആയിരുന്നു. പുള്ളി എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളിക്ക് വർക്ക് അല്ലെങ്കിൽ പുള്ളി 5ാമത്തെ സീനൊക്കെ ആകുമ്പോഴേക്കും പറയും നമുക്ക്. എനിക്കങ്ങനെ ഞാൻ ഒരാളുടെ ഇത് സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളൂ. ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ടെൻഷൻ അന്നുമില്ല ഇന്നുമില്ല. അപ്പൊ ആരും ഇല്ലെങ്കിലും എനിക്ക് സിനിമ ചെയ്യണം. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പോണത്. ഫഹദിന്റെ കണ്ണുകളുടെ ഷോട്ടുകൾ വളരെ ഐക്കോണിക് ആണല്ലോ. ഇപ്പൊ വിക്രത്തിലുണ്ട്, അല്ലെങ്കിൽ തൊണ്ടിമുതലും ദൃസാക്ഷിയിലൊക്കെ കണ്ണുകളുടെ ഷോട്ട് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പം ഫഹദിന്റെ കണ്ണുകൾ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫഹദിന്റെ കണ്ണുകളിൽ ഇതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സമയത്ത് ഒരു എക്സ്ട്രാ വർക്കോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് റീവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കണ്ണുകളുടെ ഷോട്ട് റൈറ്റ് ലെൻസ് ചൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ അത് കറക്റ്റ് പുള്ളി ഇമോട്ട് ചെയ്തോളും. അതിന് വേണ്ട കറക്റ്റ് എന്ത് ലെൻസാണ് കറക്റ്റ് ചൂസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് വലിയ അതിലും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. പുള്ളി അവിടെ നിന്ന് ഒരു സാധനം തരും, അത് ക്യാപ്ചർ ചെയ്യുക, അതിനുള്ള കറക്റ്റ് ലെൻസിങ് എന്താണോ അത് പിടിക്കുക. ഓക്കെ. കല്യാണി മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ദുൽഖർ കല്യാണിയോട് ഉപദേശിച്ചിട്ടുണ്ട്, കല്യാണിയുടെ ഒരു എന്തെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി അത് ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ചിലപ്പോൾ വർക്ക് ആയിരിക്കും എന്നുള്ളത്. ഓടുകുതിര ചാടുകുതിരയിൽ അത് സാധിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സിലും എന്റെ പേഴ്സണാലിറ്റി കുറച്ചെങ്കിലും ഇൻസേർട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഇതിലും ആ ഇമോഷൻസിലും ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ പേഴ്സണാലിറ്റി. ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് വേറൊരു സിനിമ ഉണ്ട് ഈ ഓണത്തിന്. ആ ക്യാരക്ടറും ഞാനുമായിട്ട് ഒരു ബന്ധമില്ല, 1% കൂടെ ഇല്ല. സോ ഐ എം ഇൻട്രസ്റ്റഡ് ടു സീ ഹൗ ദാറ്റ് വൺ കംസ്. ബട്ട് ദിസ്, ഇൻ ദി ഓണസ്റ്റി, ഇൻ ദ ഇമോഷൻസ്,
ഓക്കെ ഓക്കെ. ഇപ്പൊ എന്ത് ക്യാരക്ടർ എടുത്താലും ഒരു പുഷ് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പുതിയ സ്ലാങ് ട്രൈ ഔട്ട് ചെയ്യാനും ശരി, അല്ലെങ്കിൽ ഇപ്പം തല്ലുമലയിലെ പോലെ ഒരു ആറ്റിറ്റ്യൂഡ് പുതിയത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായാലും ശരി, അത് ക്യാരക്ടർ കയ്യിൽ കിട്ടുമ്പോൾ തീരുമാനിക്കുകയാണ് ഇനി മുതൽ അങ്ങനെ ചെയ്യാന്നുള്ളത്. അത് ഷൂട്ടിങ്ങിന്റെ ഓൺ പ്രോസസ്സിൽ മനസ്സിലാവുകയാണോ ചെയ്യുന്നത്? ഞാനൊരു പുതിയ കാര്യം ഇവിടെ ട്രൈ ഔട്ട് ചെയ്യുക, അങ്ങനെയാണോ ചെയ്യുക? അങ്ങനെ ആക്ച്വലി ഒരു ഫോർമുല അല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ഫിലിം. ചില സിനിമയിൽ നമുക്ക് ആദ്യം തന്നെ അറിയാൻ പറ്റും ഇത് വേണമെന്ന്. ചില സിനിമകൾക്ക് ആ പ്രോസസ്സിലൂടെ നമ്മൾ മനസ്സിലാവും ഓക്കെ ഇതാണ് ചെയ്യേണ്ടതെന്ന്. സോ ഇറ്റ്സ് നോട്ട് എ റിയൽ. സുരേഷേട്ട, ഇപ്പം സുരേഷേട്ട ഐക്കോണിക് വില്ലൻ കഥാപാത്രങ്ങളുണ്ടല്ലോ, ഭയങ്കര ഡ്രെഡഡ് ആയിട്ട് ഒരു തരി പോലും കരുണയില്ലാത്ത മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ കുറേം കൂടെയൊക്കെ നന്മയുള്ള, കുറേം കൂടെയൊക്കെ ഈസി ആയിട്ടുള്ള, നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഒരു തിരിച്ചുപോക്ക്, അതായത് ഒരു തരി പോലും കരുണയില്ലാത്ത ഒരു മനുഷ്യനായിട്ട് ഇനി അഭിനയിക്കാൻ പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ സാധിക്കുമോ? ഇനി സാധിക്കാതിരിക്കാൻ വഴിയൊന്നുമില്ല. ബേസിക്കലി ആക്ടറാണ്. ക്യാരക്ടർ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പൊ ഒരെണ്ണം ചർച്ചയിലുണ്ട്, ഒരെണ്ണം ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഒരെണ്ണം, അതിന്റെ പണികൾ ആരംഭിച്ച് നടക്കുന്നത് അത്രയേ ഉള്ളൂ. ഇനി അങ്ങനെ ചെയ്യണ്ട എന്നുള്ള തീരുമാനങ്ങളൊന്നുമില്ല. അത് ഒരു വഴിക്ക് അങ്ങനെ പോവാം. എനിക്ക് ഇഷ്ടമാണ് ചെയ്യാനായിട്ടും. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പോൾ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ കൺസിൻസ്റ്റർ പട്ടത്തിനൊക്കെ ശേഷം ആളുകൾക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. എന്തിനാണ് ഇവർ ഇത്ര ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് അറിയണ്ടാവില്ലെങ്കിലും ആളുകൾക്ക് വല്ലാത്തൊരു ഫേവറേറ്റിസം വരും അവരുടെ അടുത്തേക്ക്. ഇപ്പൊ പ്രേമത്തിന് ശേഷം വിനയ് ഫോർട്ടിനൊക്കെ കിട്ടിയ ഒരു ഇഷ്ടമുണ്ട്. പിന്നെ എന്ത് ചെയ്താലും ആളുകൾ വരുന്നിട്ട് റൂട്ടി. അപ്പൊ ആ ഫിനോമിനയ്ക്ക് ശേഷം സുരേഷ് കൃഷ്ണൻ എന്ത് ചെയ്താലും ഇപ്പൊ ഫോട്ടോ ഇട്ടാലൊക്കെ പണ്ടത്തേക്കാൾ ഇരട്ടി ലൈക്കും ഒക്കെ വരുന്നുണ്ട്. ഈ ആളുകളുടെ ഈ ഇഷ്ടം അത് കിട്ടാൻ കുറച്ച് വൈകിപ്പോയി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതായിരിക്കും അതിന് ടൈം എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അത്രേ ഉള്ളൂ. ഇത് 10 വർഷം മുമ്പ് ഉണ്ടാവേണ്ടതാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ നമുക്ക് വരാനുള്ള ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു മാറ്റം, അതൊക്കെ ഇതിനൊരു റീസൺ ആയിരിക്കാം. ചിലപ്പോൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഒട്ടും കരുണയില്ലാത്ത അല്ലെങ്കിൽ അത്രയും ക്രൂരനായിട്ടുള്ള ഒരാളെ ചിലപ്പോൾ ആൾക്കാർ അധികം ഇഷ്ടപ്പെടില്ലായിരിക്കാം. ഇപ്പൊ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ആയിരിക്കാം ചിലപ്പോൾ നമ്മളെ അവർ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഞാൻ പണ്ടൊന്നും ഇതുപോലത്തെ ഈ പ്രൊമോഷനൊന്നും പോയിരിക്കാനോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ അപ്പം മുങ്ങുന്ന ആളാണ്. ഞാൻ അവിടെ നിന്ന് അപ്പോൾ എസ്കേപ്പ് ആവും. അപ്പൊ ഇപ്പൊ റീസെന്റ്ലിയാണ് ഞാൻ ഇതൊക്കെ വന്ന് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അപ്പൊ റിയൽ ഞാൻ എന്താണെന്നുള്ള ചിലപ്പോൾ പല ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇയാൾ എങ്ങനെയായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം. വിനയ് ഫോർട്ട് ഇപ്പൊ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഹ്യൂമർ കഥാപാത്രങ്ങളിലൊരു നിരയുണ്ടല്ലോ വിനയ് ഫോർട്ടിന്. ഇപ്പൊ അതിൽ പ്രേമുണ്ട്, റോൾ മോഡൽസിലെ ക്യാരക്ടർ ഉണ്ട്, ഇപ്പൊ ഒളുങ്ങുതിര ചടുങ്ങുതിരയുണ്ട്. അപ്പൊ ആ ഒരു ഹ്യൂമർ ചെയ്യുന്ന വിനയ് ഉണ്ടല്ലോ, അതിന്റെ ഏത് പെർസ്പെക്റ്റീവാ ഒടുങ്ങുതിര ചടുങ്ങുതിരയിൽ കിട്ടുക? ഓരോ സിനിമകളുടെ ഡിസൈൻ ആണല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അൽത്താഫിന് ഒരു ഡിസൈൻ ഉണ്ട്, ഓരോ ക്യാരക്ടറും എങ്ങനെയായിരിക്കണം. അൽത്താഫ് അങ്ങനെ മറ്റേ ടൈപ്പ്. ഇപ്പൊ ഞാൻ കുറെ ഫിലിം മേക്കേഴ്സിനൂടെ വർക്ക് ചെയ്യാനുള്ളത്, പലതരം ഫിലിം മേക്കേഴ്സിനൂടെ. ചില ആളുകൾ അൽത്താഫിന് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്, ഓരോ കഥാപാത്രം, ഓരോ ലൈൻ, അല്ലെങ്കിൽ ഇയാളുടെ അത് ലോക്ക് ചെയ്യും. ചില ആളുകൾ നമ്മളെ ഫുള്ളി ഇംപ്രവൈസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, അതല്ലത്. പിന്നെ അൽത്താഫിനൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ടഫാണ്. സ്വാതന്ത്ര്യം തരാത്ത അല്ലല്ല, സ്വാതന്ത്ര്യം തരും, പക്ഷെ അതിന് കറക്റ്റ് ഒരു മീറ്റർ ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ എല്ലാം ഇംപ്രവൈസ് ചെയ്യാനോ അങ്ങനെ അതിന്റെ ഒരു ചില പരിപാടി നമ്മൾ ഫുള്ളി ഇംപ്രവൈസ്ഡ് ആയിരിക്കും ചില സിനിമകളിലൊക്കെ. അപ്പൊ അൽത്താഫ് അങ്ങനെയല്ല. പിന്നെ കുറച്ച് ടഫാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ ഹ്യൂമർ ചെയ്യുമ്പോൾ അൽത്താഫിന്റെ ഒരു പരിപാടി, അൽത്താഫിന്റെ റൈറ്റിംഗ് പാറ്റേൺ ഉണ്ട്. റൈറ്റിംഗ് പാറ്റേൺ അത് അൽത്താഫ് ലോക്ക് ചെയ്ത സ്ക്രീൻ പ്ലേ നമ്മളുടെ ഈ ഷൂട്ടിങ്ങിന്റെ പ്രോഗ്രസ് അനുസരിച്ച് ഓരോ കഥാപാത്രങ്ങൾ ഡിഫൈൻ ആകുന്നതനുസരിച്ച് പുള്ളി അത് മാറ്റും. ചിലപ്പോൾ തലേ ദിവസം മാറ്റിയിട്ട് അൽത്താഫ് അത് റീഡിസൈൻ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഒരു ലൈൻ ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാനും വിഷ്ണു കൂടെ അഭിനയിക്കുന്നില്ല, ഞാൻ അനുരാജ് അഭിനയിക്കും, ഞാൻ ഒരു ലൈൻ പറയുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ആ ലൈൻ പറയണം. അതിന്റെ കൗണ്ടറാണ് അനുരാജ് പറയുന്നത്. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഈ ലൈൻ പറഞ്ഞാൽ മാത്രമേ ഈ ഹ്യൂമർ വർക്ക് ആവുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ അങ്ങനെ ഡിസൈൻ ഉണ്ട്. അപ്പൊ ഈ ഒരു പെർഫോമൻസ് മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നോട് തുടക്കത്തില് പറഞ്ഞു, മറ്റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പരിപാടിയുമായിട്ട് വരരുത്. പിന്നെ ഇത് മറ്റേ ഒരു അബ്സല്യൂട്ട് കമേഴ്ഷ്യൽ സിനിമ ആയതുകൊണ്ട് ഈ എനർജിയിലായിരിക്കും ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സ് ഇത്ര ലൗഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. കാര്യം നമ്മള് മൊത്തത്തിൽ ആളുകൾ എവിടെ ഈ ഷട്ടിൽ പരിപാടിയോട് ഒരു മടുപ്പ് വന്നിട്ട് നമ്മൾ എവിടെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ക്യാരക്ടറിന്റെ ഒരു ഡയലോഗ് ഡെലിവറി സ്പീഡ് ഇതായിരിക്കും. അപ്പൊ നിങ്ങളുടെ പോസും പരിപാടി ഒന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന സീനിൽ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഈ ക്യാരക്ടറിന്റെ ഒരു ഡയലോഗ് ഡെലിവറിയുടെ സ്പീഡ്, ഇയാളുടെ എനർജി എല്ലാം ലോക്ക് ചെയ്തു. അപ്പൊ ഞാൻ പൊതുവെ ചെയ്യുന്ന ഹ്യൂമർ ക്യാരക്ടേഴ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് കുറച്ചും കൂടി ഒരു ലൗഡർ വേർഷൻ, അറ്റ് ദ സെയിം ടൈം നേരത്തെ കല്യാണി പറഞ്ഞ പോലെ
ഒബ്ജക്റ്റീവ് ക്ലിയർ ആണ്, ഭയങ്കര ഇമോഷണൽ ഹോണസ്റ്റി ഉണ്ട്. ആ. ഓരോ കഥാപാത്രങ്ങളും തമാശക്ക് വേണ്ടി തമാശ ചെയ്യുന്നില്ല, എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി, ഈ ഒരു ക്രേസി എലമെന്റ് സിനിമ ത്രൂ ഔട്ട് ഉണ്ട്. സിനിമ തുടങ്ങുന്ന പോലെ സിനിമ അവസാനിക്കുന്നവരെ അൽത്താഫിന്റെ പറഞ്ഞല്ലോ കുറച്ച് ഒരു ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഡിഫറെന്റ് ഹ്യൂമർ പുള്ളിയുടെ ഇൻബിൽട്ട് ഉണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് സിനിമ തുടങ്ങുന്നതിന് അവസാനം വരെ. നമ്മൾ അങ്ങനെ തന്നെ നോക്കി കാണുക എന്ന് പറയുന്നത്. ഫഹദിന് ഓപ്പോസിറ്റ് ഒക്കെ നിൽക്കുമ്പോൾ വിനയിൽ ഉണ്ടാവുന്ന ഒരു എന്തൂസിയാസം ഉണ്ട്, അല്ലെങ്കിൽ വിനയ് കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഒക്കെ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് വിനയിൽ. ഓടുകുതിര ചടുകുതിരയിലേക്ക് വരുമ്പോൾ മാലിക്കുമായിട്ട് ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു വേൾഡാണ്. അവിടെ എന്തായിരുന്നു മെയിൻ വിനയുടെ ഉദ്ദേശം എന്തായിരുന്നു ഫഹദിന് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ? ഫഹദ് ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സിൽ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഫഹദ്. പിന്നെ നമ്മളിപ്പോ 4-5ാമത്തെ സിനിമ ഒരുമിച്ച് ചെയ്യുന്നു. അപ്പൊ നമ്മള് ലൈക്ക് ഞാൻ ഭയങ്കര സിംഗാ. പിന്നെ മാലിക്കിലെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ ഇമോഷണൽ ട്രോമയിലും കൂടെ കടന്നു പോകുന്ന കഥാപാത്രമാണ്. അയാൾക്ക് അതായത് അടുത്ത സുഹൃത്തിനോടും പെങ്ങളോടും അമ്മേനോടും അച്ഛനോടും ഒക്കെയുള്ള ഇയാളുടെ അപ്സും ഡൗൺസും ഒക്കെയുള്ള ഭയങ്കര ഇമോഷണൽ ഈ സിനിമ ശരിക്കും നമ്മള് ലൈക്ക് പ്ലേ ഫോർ ദ ഗാലറി എന്ന് പറയുന്ന സിനിമയാണ്. ഇതിൽ നമ്മൾ ഇതിന്റെ വേറൊരു ബാക്ക് സ്റ്റോറി പരിപാടിയൊന്നും ഇല്ല. ഇപ്പൊ ചില ആളുകൾ ഓരോ സിനിമയ്ക്ക് വേണ്ടി ഓരോ തയ്യാറെടുപ്പ് എന്നൊക്കെ പറയില്ല, അതൊന്നുമില്ല. ഇത് നമ്മൾ ഗാലറിക്ക് വേണ്ടി കളിച്ചിട്ട് ആളുകൾ എന്റർടൈൻ ചെയ്യുക, ആളുകൾ ചിരിക്കുക, അങ്ങനത്തെ പേർപ്പസ് ആണ്. അതുകൊണ്ട് ഈ കഥാപാത്രത്തിന്റെ ബാക്ക് സ്റ്റോറിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒട്ടും കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആ മൊമെന്റിൽ നിൽക്കും, അൽത്താഫിന് കറക്റ്റ് ഒരു കാഴ്ചപ്പാടുണ്ടാവും, എന്ത് ചെയ്യണമെന്ന് പറയും, അത് പ്ലേ ചെയ്യുക, അങ്ങനെ ഒരു പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത്. ഈ ഹാൻഡിൽ ബാർ മീശ ആരുടെ ഐഡിയ? ഹാൻഡിൽ ബാർ ഐഡിയ അതോ ഞാൻ 2 സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റേ പെഡ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടൈമില് അൽത്താഫിനോട് ചോദിച്ചു. അൽത്താഫ് പറഞ്ഞു ഇത് കോൺസ്റ്റന്റ് ആയിട്ട് കുറച്ച് നാളുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്, അപ്പൊ നിങ്ങളെ ബാധിക്കാത്ത തരത്തിലൊരു ലുക്ക് ലോക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ആ മീശ വന്നത്. പക്ഷെ ആ മീശ കണ്ണടിയൊക്കെ ഭയങ്കര ആഡഡ് പരിപാടിയായിട്ട് ഫീൽ ചെയ്തു. നമ്മള് കുറെ കാലമായി പറഞ്ഞ പോലെ ഒരു ഓവർ ദ ടോപ്പ് ഫൺ കാര്യം ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ ഇത് ഓവർ ദ ടോപ്പ് ചെയ്യാൻ നോക്കിയിട്ട് അത് ഫെയിൽ ആവുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് ലൗഡായിട്ടുള്ള എല്ലാ പൊടിയും വാരി വെതറിയിട്ടുള്ള ഒരു സിനിമ ചെയ്യുന്ന നേരത്ത് അതിനകത്തൊരു റിസ്ക്കും കൂടി ഇല്ലേ? ഇത് വൺസ് ഇത് വർക്കായിട്ടില്ലെങ്കിൽ ഇപ്പം ഞണ്ടുകളുടെ നാട്ടിൽ കുറച്ചും കൂടി സട്ടിലാണ്, ഇവിടെ കുറേയും കൂടി ലൗഡായിട്ടുള്ള ബോളിവുഡ് സിനിമയൊക്കെ പോലെയാണ് നമുക്ക് ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള റിസ്ക് എലമെന്റ്സും ഇല്ലേ? ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം ട്രയൽ ആൻഡ് എറർ ആണ്. ട്രയൽ ചെയ്യാം, അത് ലൗഡ് ആണെങ്കിലും അതിലും ഒരു മീറ്റർ വെച്ചിട്ടുണ്ട്, അതിനൊരു ബോർഡർ ലൈൻ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര എക്സ്ട്രീം ഓവർ ദ ടോപ്പ് ഇതിലോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. എല്ലാവർക്കും ആ ലോകം മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാവരും അതായിട്ട് സെറ്റാണ്. അപ്പോ അതില് അങ്ങനെ ഭയങ്കര റിസ്കി എലമെന്റ് ഉള്ള പരിപാടിയൊന്നും ഇല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ ട്രെയ്റ്റ്സിന് മാത്രം ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ളൂ, ബാക്കിയെല്ലാം എല്ലാം സട്ടിൽ ആയിട്ടുള്ള പരിപാടിയാണ്. അതിന്റെ ഒരു കമാൻഡ് ഉണ്ട് അൽത്താഫിന്. അതായത് നമ്മള് ഈ പറയുന്ന നമ്മുടെ എനർജിയിലും മറ്റേ ഈ മീറ്ററിൽ ഒരു കമാൻഡ് ഉണ്ട്. അത് എപ്പോ ഒരു ഇത്തിരി ലൗഡ് ആവുന്നു പറയുന്നിടത്ത് പുള്ളി കടിഞ്ഞാനിടും. അങ്ങനെയാണ്. പിന്നെ ഭയങ്കര വെൽ റിട്ടൺ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഉണ്ട്, നമുക്ക് സീൻസ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കര അടിത്തറ സ്ട്രോങ് ആണ്. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഇപ്പൊ ഫഹദ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഗംഭീര ആക്ടേഴ്സ് എത്ര ലൗഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഓക്കെയാണ്. ഇപ്പൊ നമ്മൾ അമ്പിളിച്ചാനെ കുറിച്ച് പറയും, അമ്പിളിച്ചാൻ എത്ര ലൗഡ് ചെയ്ത് കഴിഞ്ഞാലും പൊളിയാണത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്നസെന്റിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ അൽപാച്ചിനോനെ കുറിച്ച് പറയും. അത് ഗ്രേറ്റസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന ആളുകൾക്ക് മാത്രം പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിങ് പാറ്റേൺ ആണ് ലൗഡ് ആകുക എന്നുള്ളത്. സട്ടിൽ ആക്ടിങ് എന്ന് പറയുന്ന ഒരുമാരപ്പെട്ട എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അത് ഈസിയാണ്. നല്ലൊരു ഫിലിം മേക്കർ ഉണ്ടെങ്കിൽ ഒരു ഡീസന്റ് കോമൺ സെൻസ് ഉള്ള ഒരാളെ കൊണ്ട് സട്ടിൽ ആക്ടിങ് ചെയ്യിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഈ ഒരു നമ്മളുടേതല്ലാത്തൊരു മീറ്ററിൽ പ്ലേ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇമോഷൻ ലൗഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് ഭയങ്കര ടഫറാണ്. അത് എല്ലാ ആക്ടേഴ്സിനും പറ്റില്ല. ഫഹദ് ഓവറായി ചെയ്താലും അത് കൺവിൻസിംഗ് ആണ്. അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. ഒരു 10-35 ഡയലോഗ് പറയുന്ന ആക്ടേഴ്സ് ഉണ്ട് പടത്തിൽ. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര എൻസെമ്പിൾ കാസ്റ്റും ഒരു ഇങ്ങനെ അപ്പൊ അങ്ങനെ ഒരു പരിപാടി സിനിമയിലുണ്ട്. ഈ ഫഹദ് ചില ക്യാരക്ടേഴ്സിന്റെ പെർഫോം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കൊടുക്കുന്ന ചില മാനറിസങ്ങളുണ്ട്. ഇപ്പം അന്നേ റസൂലിൽ അദ്ദേഹം ഈ നോട്ട് എണ്ണിയിട്ട് അത് പല
സൈസിന്റെ ഡിസെൻഡിങ് ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ഒതുക്കിയിട്ടാ പലപ്പോഴും ഡയലോഗ് പറയാ. അല്ലെങ്കിൽ ഇപ്പം ജോജിലി ചേട്ടത്തിയായിട്ട് കള്ളത്തരം എന്ന് പറയുന്ന സമയത്ത് ഓരോ വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മുഖത്ത് വരുന്ന മാറ്റങ്ങളുണ്ട്. ഇത് അദ്ദേഹം റിഹേഴ്സലിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ അതോ ടേക്കുന്ന സമയത്ത് അത് മാറുമോ? റിഹേഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്കഷൻ സംഭവിക്കാറുണ്ടോ? മേജർ റിഹേഴ്സൽസ് ഇല്ല നമുക്ക്. മേജർ റിഹേഴ്സൽസ് ഇല്ല. ഈ അൽത്താഫിന്റെ പ്രോസസ്സിൽ നമ്മൾ മറ്റ് ഫിലിം മേക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ആട്ടം പോലെ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ കുറെ റിഹേഴ്സൽസ് ഉണ്ടാവും. അൽത്താഫിന്റെ പ്രോസസ്സിൽ അധികം റിഹേഴ്സൽസ് ഇല്ല. നമ്മൾ ഡയറക്ട്ലി കോമഡി ഒരു 3 ടേക്ക് കഴിഞ്ഞാൽ ചമ്മന്തി അതാണ് വിഷയം. അപ്പൊ ആദ്യത്തെ 2 ടേക്കിൽ തന്നെ ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ അടിപൊളി. ഇവർക്ക് അഭിനയിക്കുന്ന ആളുകൾക്കും അത് സ്പോണ്ടേനിയസ് ആയിരിക്കും വന്നതേ. പിന്നെ ഇത് നമുക്കറിയാലോ ഇത് എവിടെ ലാൻഡ് ചെയ്യും, ഈ വേർഡ് എവിടെ ലാൻഡ് ചെയ്യും, മറ്റു വേർഡ് എവിടെ ലാൻഡ് ചെയ്യും എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ചിലപ്പോ ഇപ്പൊ സാധാരണ ആദ്യത്തെ ഒരു 2 ടേക്ക് വളരെ ക്രൂഷ്യലാണ്. ആദ്യത്തെ ടേക്കാണ് നമ്മുടെ റിഹേഴ്സൽ. എന്നിട്ട് അത് കഴിഞ്ഞ് കൃത്യമായിട്ട് ഇപ്പൊ ആ ടേക്ക് വർക്ക് ആയില്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് സ്പീഡാക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങനെ അൽത്താഫ് കറക്റ്റായിട്ട് ഡയറക്ട് ചെയ്യും. അതായിട്ട് സെക്കൻഡ് ടേക്ക് പോകും. ഇപ്പൊ ചില ആക്ടേഴ്സ് ഒക്കെ കോമഡി ചെയ്തിട്ട് ഇത് വർക്കായോ എന്ന് ഡയറക്ടറുടെ അടുത്ത് വന്ന് ചോദിച്ചത് കൺഫർമേഷൻ എടുത്തിട്ടാണ് പല സീൻസും പ്രോഗ്രസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഇപ്പൊ അജു ചേട്ടനൊക്കെ അജു വർഗീസ് ഒക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കല്യാണി ഒരു സീൻ വന്ന് പെർഫോം ചെയ്തിട്ട് അൽത്താഫിനോട് ചോദിക്കും ഇത് വർക്കായോ, ആളുകൾക്ക് ചിരി വരുമോ, അങ്ങനെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇല്ല, ഞാൻ അങ്ങോട്ട് പോയി പറയും. മീൻസ് എനിക്കറിയാം, എനിക്ക് എന്ത് വേണമെന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് അത് കിട്ടണവരെ ഞാനത് എടുക്കും. മീൻസ് ഇപ്പൊ അവര് ചില സാധനങ്ങൾ ഇവര് ഞാൻ വിചാരിക്കാത്തതിലും ഭയങ്കര മികച്ച പെർഫോമൻസ് ഒക്കെ തരും. അപ്പൊ അത് ആഡ് ഓൺ നമുക്ക് എന്നുള്ള രീതിയിൽ ഞാൻ കരുതും, അത് വെക്കും. അങ്ങനെ എല്ലാവരും ഞാൻ ഭയങ്കരമായിട്ട് നമ്മൾ ഇവരെയൊക്കെ ഈ ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്. അത് ഫ്രീ സ്റ്റൈലായിട്ടാണ് വിടുക, അവര് ചെയ്തോളും. അത് ചെയ്യാൻ ടാലന്റ് ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ വിളിക്കുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസമാണ്. പിന്നെ എവിടെയോ കോമഡിക്ക് വേണ്ടി കോമഡി ഉണ്ടായിട്ടില്ല കേട്ടോ. ഓരോ കഥാപാത്രത്തിന്റെ അവസ്ഥയിൽ നിന്നുള്ള കോമഡിയുടെ എക്സ്റ്റൻഷൻ തന്നെയാ. ഒരു കോമഡി ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാം, ആ സാധനം ഇല്ല. എപ്പോഴും നമ്മൾ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ തന്നെയാണല്ലോ. നമ്മൾ ആ മീറ്റ് തന്നെയാണ് സിനിമയിലും പിടിച്ചിരിക്കുന്നത്. കല്യാണി, ഇപ്പൊ ഈ ആക്ടേഴ്സ് അവരുടെ റോൾസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിധമൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ വിനയഫോട്ടൊക്കെ അതിനെ പറ്റി വലിയ വിശാലമായിട്ട് മൂവ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടെന്നല്ല, പൊതുവിൽ ഇപ്പോൾ ഒരു ഡയറക്ടർ ഒരു ക്യാരക്ടർ പറയുമ്പോൾ ആ ക്യാരക്ടറിന് ഒരു ബാക്ക് സ്റ്റോറി എഴുതി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ട് കുറച്ച് ദിവസം ജീവിച്ചു നോക്കുക, അയാൾ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനത്തെ ആക്ടർ പ്രാക്ടീസുകളൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങൾ ബിലീവും ചെയ്യുന്നില്ല. അല്ല, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാ അത് പോയി പ്രാക്ടീസ് ചെയ്യാ? സോ ഇതുവരെ ചെയ്തിട്ടില്ല. ഐ മീൻ ഞാൻ ചെയ്യുന്ന സിനിമകളൊക്കെ ആ ഒരു കൊമേഴ്ഷ്യൽ സ്പേസിലാണ്. സോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യാനുള്ള ചാൻസ് കിട്ടിയാൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യും. ഈ കല്യാണി പ്രിയദർശന്റെ പേരിന്റെ കൂടെയുള്ള പ്രിയദർശൻ ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ കൺഫ്യൂഷൻ കോമഡികളുടെ ഒരു ലെഗസി ഉണ്ട്. അതൊരു സിനിമാറ്റിക് മാവലാണ്. അപ്പൊ പ്രിയദർശൻ കോമഡികളുടെ ഉള്ളിലേക്ക് ഒരു ബ്ലാക്ക് ഹ്യൂമർ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതായിരിക്കും ഓടുങ്കുതിര ചടങ്ങുതിര. സോ ആക്ച്വലി ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂല് ഇത് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ആക്ച്വലി ഈ ഡിസ്ക്രിപ്ഷൻ അല്ല, അൽത്താഫ്ക്ക് അത് കേട്ടില്ല, ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. സോ ബേസിക്കലി ഇതൊരു ഐ വുഡന്റ് സേ ഇറ്റ്സ് എ പ്രിയദർശൻ കോമഡി വിത്ത് അൽത്താഫ് കാ ഡാർക്ക് ഹ്യൂമർ. ഇതൊരു കൊറിയൻ റോം കോം സാറ്റാറിക്കലായി ഒരു വെസ് ആൻഡേഴ്സൺ അല്ലെങ്കിൽ വുഡി ആലൻ സ്റ്റൈൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ സിനിമ ആക്ച്വലി ഡിസ്ക്രൈബ് ചെയ്ത. എനിക്ക് ഈ സിനിമയുടെ ഡിസ്ക്രിപ്ഷൻ ഇതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ റിഹേഴ്സ് ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടം ഉള്ള ഒരാളാണ്, സീൻസ് റിഹേഴ്സ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഇവിടെ ആ ഒരു കാര്യം തന്നെ ബ്രേക്ക് ആവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം അത് ഒരു ചാലഞ്ച് ആയിട്ടാണോ, അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണോ, അത് ഓപ്പോസിറ്റ് മഹത് ഫാസിലാണ്? അതെങ്ങനെ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? അവർ ആക്ച്വലി എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്തത് ഇവരെല്ലാവരും ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ ജനറലി തന്നെ കോമിക് ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു ട്രിക്കി സംഭവമാണ്. ആൻഡ് ഈ സിനിമയില് ആക്ച്വലി അത് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം അൽത്താഫ്ക്കയുടെ ഈ ക്വർക്കി സ്റ്റൈൽ അൽത്താഫ്ക്ക് വളരെ നാച്ചുറൽ ആയിട്ട് വരും. പക്ഷെ എനിക്കത് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. ആൻഡ് അച്ഛൻ എപ്പോഴും പറയും കോമഡി ഒരിക്കലും ഒരു സോളോ പെർഫോമൻസ് അല്ല, അതിനൊരു റിതം ഉണ്ട്. ആൻഡ് ആ റിതം സീൻ ചെയ്യുന്ന എല്ലാവരുടെയും എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ടെക്നിക്കലി ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് കെമിസ്ട്രി ആണ്. ആൻഡ് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കി ആയിരുന്നു. കാരണം എന്റെ ചുറ്റും ഫുൾ എല്ലാം ബ്രില്യൻ പെർഫോമേഴ്സ് ആണ്. ഫഹദ്, അൻരാജ്, ഐ മീൻ സുരേഷ് ഏട്ടൻ, വിനയുടെ കൂടെ എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും ടൈമിംഗ് അപാരാണ്. സോ ബേസിക്കലി ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ചെയ്തത് അവരുടെ റിതം പിടിച്ച് ആ വേവിന്റെ ഒരു പാട്ടാവാനാണ് ഞാൻ ശ്രമിച്ചത്. ആൻഡ് അത് എനിക്കൊരു വലിയ ലേണിംഗ് കർവ് ആയിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം
ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് പെർഫോം ചെയ്തത്. ഇപ്പം നമ്മൾ ഓരോ ആർട്ടിസ്റ്റിന്റെ കൂടെയും പെർഫോം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ടേക്ക് അവേ ഉണ്ടല്ലോ. ഇപ്പം ശിവകാർത്തികന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ അയാളുടെ എനർജിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ ആക്ടേഴ്സിനെ പറ്റിയും പറയാറുണ്ടല്ലോ. ഇപ്പൊ ഫഹദ് എന്ന് പറയുന്നത് മലയാളത്തിന്റെ ഒരു പവർ ഹൗസ് പെർഫോമറാണ്, ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടറാണ്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായ അല്ലെങ്കിൽ ആക്ടിങ്ങിനെ പറ്റി മനസ്സിലായ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ബേസിക്കലി ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം, നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഓരോ ഷോട്ടിലും കോംപ്രമൈസ് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല, അത് ഉണ്ടാവാൻ പാടില്ല. ബേസിക്കലി എപ്പോഴും കമ്മിറ്റഡ് ആവണം, നമ്മളുടെ ഫുൾ ഫോക്കസ് അതിലിടണം. ആൻഡ് ബേസിക്കലി ആ ഒരു ഒന്നെങ്കിൽ നമ്മൾ 100% ഇടണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കണം. എക്സാക്ട്ലി. സോ അതാണ്. ഓക്കെ, അതാണ് ഫഹദ്. ഇപ്പൊ വിനയ് ഒരു സിനിമ ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് പറയുന്ന ചില വേർഡിറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ മാലിക് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് മുമ്പും ശേഷവും അടയാളപ്പെടുത്തുന്ന സിനിമയെന്ന് പറയുക. ഇപ്പോൾ ആട്ടം എന്ന് പറയുന്നത് ആദ്യമായിട്ട് അങ്ങനെ ഒരു ജോണർ, ഞങ്ങൾ പുതിയൊരു ജോണർ മലയാള സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്, അതാണ് ചേംബർ ഡ്രാമ ജോണർ എന്ന് പറയുക. ഓടുംകുതിര ചാടുംകുതിരയുടെ വേർഡിക്റ്റ് എന്തായിരിക്കും, അങ്ങനെ ഒരു 1 ലൈനർ പറയുകയാണെങ്കിൽ? അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നാണ്, ഇതൊരു ആബ്സല്യൂട്ട് ഫെസ്റ്റിവൽ ട്രീറ്റ് ആയിരിക്കും. നമ്മൾ ഓണത്തിന് നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് മറ്റേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഓണമുണ്ടെങ്കിൽ പൂക്കളമാണ് ഓടുംകുതിര ചാടുംകുതിര. അതെ, പൂക്കളത്തിന്റെ മുകളിലാണ്. പൂക്കളം കുറച്ചും കൂടെ സട്ടിലായിട്ടുള്ള പരിപാടിയാണ്. ഓണം ഈ പറയുന്ന പോലെ ഓണസദ്യ മറ്റേ ചെണ്ട, പുലികളി എന്നൊക്കെ പറയുന്ന പോലെ ഫുൾ കളർഫുൾ പരിപാടിയില്ലേ, അതാണ് സിനിമ. ഓക്കെ ഓക്കെ. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ. ആളുകൾ കുറെ ആയി ഈ പറഞ്ഞ ആഘോഷ സിനിമ കണ്ടിട്ട്. കല്യാണിയൊക്കെ ആ മീറ്ററിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാൻ വലിയ ആവേശമുണ്ട് ആളുകൾക്ക്. ഞങ്ങൾ ഡെഫിനറ്റ്ലി ലോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന ലിസ്റ്റിൽ. എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. അൽത്തഫ് അടുത്ത സിനിമകളുമായിട്ട് എത്തട്ടെ. ഡാർക്ക് ഹ്യൂമർ ഐഡന്റിറ്റി അതുപോലെ തന്നെ വെക്കുക. നമസ്കാരം. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.